രാവിലെ എഴുന്നേറ്റ് എൻ്റെ പൈനാപ്പിൾ ചെടിയുണ്ട്, വെയിൽ കൊള്ളാൻ വെച്ചു. വൈറ്റമിൻ ഡി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നിട്ട് ഹോളൊക്കെ കുറച്ച് വൃത്തിയാക്കിയിട്ട് പരിപ്പുവട ഉണ്ടാക്കാൻ പോയി. ഇപ്പം നിങ്ങൾ ഓർക്കും രാവിലെ ഈ പരിപ്പുവടയാണോ ഈ പെണ്ണ് കയറ്റുന്നതെന്ന്. ഇത് 2 ദിവസമായിട്ട് വെള്ളത്തിയിട്ടിയ. ഇനി ഉണ്ടാക്കിയില്ലെങ്കിൽ പരിപ്പ് മുളച്ച് പരിപ്പ് മരമായി മാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടുത്തൊരുങ്ങി എവിടെയെങ്കിലും ഊര് തണ്ടാൻ പോകാം എന്ന് വിചാരിച്ചു. കാരണം ഡേ ഓഫ് ആണല്ലോ. അങ്ങനെ ഉടുത്തൊരുങ്ങിയതിന് ശേഷം ഷൂ ഇട്ട് ചിന്തിക്കുകയാണ്. ചിന്താകുലയായി കറങ്ങിയടിച്ച് കുറച്ച് പട്ടി ഷോ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ വന്ന പട്ടി ഷോ നടത്തിയപ്പോൾ ഊക്കൽ കിട്ടി ഗൈസ്, ഊക്കൽ കിട്ടി. ടിങ് ടിങ്. പിന്നെയും കുറച്ച് പട്ടി ഷോയ്ക്ക് ശേഷം നമ്മൾ ഏകദേശം അവിടെ എത്തി. അതാണെങ്കിൽ ഞാൻ മീൻ കറി വയ്ക്കാൻ ചട്ടിയിലാക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് നടക്കുകയാണ്. നടന്ന് കാലിൻ്റെ ഒരു പരുവായി. പക്ഷെ നല്ല വ്യൂ ഒക്കെ ആയിരുന്നു ഗൈസ്, അടിപൊളി വ്യൂ ആയിരുന്നു. നാട്ടിലെത്തിയ പോലെ ആയിരുന്നു ഇതിനകത്ത് കയറിയപ്പോൾ. വാഴ, മാവ്, ചക്ക, പ്ലാവ്, അതൊന്നുമില്ല, വാഴ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ 2 ബേർഡ്സ് കിസ്സടിക്കുന്നു കണ്ടു ഗൈസ്, നോക്കൂ. നടന്ന് ക്ഷീണിച്ചുകൊണ്ട് വല്ലതും തിന്നാൻ പോകാം എന്ന് വിചാരിച്ച് നമ്മൾ ബ്രക്കയിൽ പോയി. അടിപൊളി ഫുഡായിരുന്നു. നട്ടുച്ചയ്ക്ക് വലിച്ചു വാരി തിന്നതിന് ശേഷം പിന്നെ ജിമ്മിൽ പോയി വർക്കൗട്ട്. ചത്തു ഗൈസ്, ചത്തു. പിന്നെ കുറച്ച് പട്ടി ഷോ, അത് നിർബന്ധമാണല്ലോ. പിന്നെ കുറച്ച് ജേർണലിങ് ചെയ്തു. അതിൻ്റെ കൂടെ കുറച്ച് പേരയ്ക്ക തിന്നു. പിന്നെ ബ്രക്കയിൽ നിന്ന് വാങ്ങിച്ച ഒരു പേസ്ട്രി തിന്നു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ പോരേന്ന്. മതി. അപ്പോൾ ഗൈസ്, സ്റ്റേ കോസി, സ്റ്റേ ക്രേസി.